അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 5ാം ക്ലാസ്സിലെ ദുറൂസുൽ ഇസ്ലാമിലെ 9ാമത്തെ പാഠം സാഹിബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂട്ടുകാരൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബിമാരോട് ചോദിച്ചു, നിങ്ങളിൽ നോമ്പ് നിശ്ചയിച്ചത് ആരാണ്? ഒരു സ്വഹാബി എഴുന്നേറ്റ് പറഞ്ഞു, ഞാൻ നോറ്റിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നിങ്ങളിൽ ആരാണ് ഇന്ന് മയ്യത്ത് സംസ്കരണത്തിൽ പങ്കെടുത്തത്? അതേ സ്വഹാബി പറഞ്ഞു, ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഇന്ന് പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകിയത് ആരാണ്? ആ സ്വഹാബി പറഞ്ഞു, ഞാൻ നൽകിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദ്യം തുടർന്നു, ഇന്ന് രോഗിയെ സന്ദർശിച്ചത് ആരാണ്? അദ്ദേഹം തന്നെ പറഞ്ഞു, ഞാൻ സന്ദർശിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, ഈ കാര്യങ്ങൾ മുഴുവനും ഒരാൾ ചെയ്താൽ അവന് സ്വർഗപ്രവേശം ഉറപ്പായി. ഈ സ്വഹാബി ആരാണെന്നറിയുമോ? 1ാം ഖലീഫ അബൂബക്കർ റളിയല്ലാഹു അൻഹു. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനത്തിന്റെ 3ാം വർഷം പരിശുദ്ധ മക്കയിൽ ജനിച്ചു. ഖുറൈശി ഗോത്രത്തിൽ ബനൂ തൈം വംശത്തിൽ അബൂ ഖുഹാഫയുടെയും ഉമ്മുൽ ഖൈറിന്റെയും മകനാണ് അദ്ദേഹം. അബ്ദുള്ള എന്നാണ് യഥാർത്ഥ നാമം. ചെറുപ്പം മുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂട്ടുകാരനായിരുന്നു അദ്ദേഹം. നുബുവത്ത് ലഭിച്ചപ്പോൾ ആദ്യം തന്നെ ഇസ്ലാം സ്വീകരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അങ്ങേയറ്റം സ്നേഹിച്ചു. എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും കൂടെ നിന്നു. സാമ്പത്തികമായും ശാരീരികമായും സഹായിച്ചു. ഹിജറ യാത്രയിൽ സൗർ ഗുഹയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏക കൂട്ടുകാരനായിരുന്നു അബൂബക്കർ റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് രോഗം കഠിനമായപ്പോൾ ഇമാമത്ത് നിർത്തിയത് അദ്ദേഹത്തെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായപ്പോൾ പരിഭ്രാന്തരായ സ്വഹാബികളെ സമാധാനിപ്പിച്ചത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്ര പ്രസിദ്ധമായ പ്രസംഗമായിരുന്നു. നിരവധി പ്രമുഖ സ്വഹാബികൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുഖേന ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. ബിലാൽ റളിയല്ലാഹു അൻഹു ഉൾപ്പെടെ 7 അടിമകളെ അദ്ദേഹം വിലക്ക് വാങ്ങി മോചിപ്പിച്ച് പീഡനത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന മുഴുവൻ കാര്യങ്ങളും അക്ഷരാർത്ഥത്തിൽ വിശ്വസിച്ചതിന്റെ പേരിൽ സിദ്ദീഖ് എന്ന് പേര് ലഭിച്ചു. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലോക മുസ്ലിങ്ങളുടെ മുഴുവൻ ഈമാൻ ത്രാസിന്റെ ഒരു തട്ടിലും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ഈമാൻ മറ്റേ തട്ടിലും വെച്ചാൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഈമാനിന് തൂക്കം കൂടുതലായിരിക്കും. തന്റെ സ്വത്ത് മുഴുവൻ ഇസ്ലാമിന് വേണ്ടി ചെലവഴിച്ച മഹാനാണ് അദ്ദേഹം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ സമ്പത്ത് ഉപകരിച്ചതുപോലെ മറ്റൊരാളുടെ സമ്പത്തും എനിക്ക് ഉപകരിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായപ്പോൾ മറമാടുന്നതിന് മുമ്പ് തന്നെ സ്വഹാബികൾ ബനൂ സഈദ് ഗോത്രക്കാരുടെ പന്തലിൽ സമ്മേളിച്ച് ഏകകണ്ഠമായി സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഖലീഫയായി തിരഞ്ഞെടുത്തു. അബൂബക്കർ റളിയല്ലാഹു അൻഹു മാതൃകാ ഭരണാധികാരിയായിരുന്നു. പിൻകാല ഖലീഫമാരുടെ എല്ലാ ഭരണ നേട്ടങ്ങൾക്കും അടിത്തറ പാകിയത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണ്. 2 വർഷവും 3 മാസവും അദ്ദേഹം ഭരണം നടത്തി. ഹിജ്റ 13ാം വർഷം 15 ദിവസം നീണ്ടുനിന്ന പനിയെ തുടർന്ന് ജുമാദുൽ ആഖിറ 21-ന് അദ്ദേഹം വഫാത്തായി. അന്ന് അദ്ദേഹത്തിന് 63 വയസ്സായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപത്ത് തന്നെയാണ് അദ്ദേഹത്തെ മറവ് ചെയ്തത്. പ്രധാന ഭരണ പ്രവർത്തനങ്ങൾ: റോമക്കാരുമായി യുദ്ധം ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരുക്കിയ ഉസാമ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിലുള്ള സൈന്യത്തെ അയച്ചു. നബിമാരാണെന്ന് വാദിച്ച് രംഗത്തു വന്ന തുരൈഹത്തുൽ അസദി, മുസൈലിമത്തുൽ കദ്ദാബ്, ഷജാഹി തുടങ്ങിയവർക്കെതിരെ പോരാടി വിജയം വരിച്ചു. ആഭ്യന്തര കലാപങ്ങൾക്ക് അറുതി വരുത്തി. റോമക്കാരുടെ അധീനതയിലായിരുന്ന യർമൂക്ക് ഇസ്ലാമിക ഭരണകൂടത്തിന് കീഴിലാക്കി. ഖുർആൻ മനഃപ്പാഠമാക്കിയവർ ധാരാളമായി ഷഹീദായപ്പോൾ ഖുർആൻ ഒരു മുസ്ഹഫിൽ ക്രോഡീകരിച്ച് സംരക്ഷിച്ചു. ഭരണ സൗകര്യത്തിനായി രാജ്യത്തെ പല സംസ്ഥാനങ്ങളായി വിഭജിച്ച് അമീറുമാരെ നിയമിച്ചു. അസ്ദിഖു സബ്ബാഖും ബിൽ ഖൈർ, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എല്ലാ നന്മയിലും മുൻകടന്നവരാണ്. തദ്രീബാത്ത്. 1ാമത്തെ വർക്ക് നഖറഉ വ നഫ്ഹം, വായിച്ചു മനസ്സിലാക്കാം. സ്വാഇമുൻ നോമ്പുകാരൻ, സാഹിബുൻ കൂട്ടുകാരൻ, അഅതഖ സ്വതന്ത്രനാക്കി, സിദ്ദീഖ് വലിയ സത്യസന്ധൻ, അബ്ദുൻ അടിമ. ഉസാമ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വളർത്തുപുത്രനായ സെയ്ദ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ. അയ്യാദത്തുൻ രോഗസന്ദർശനം, അൽ ജന്ന സ്വർഗം, കഹ്ഫ് ഗുഹ, ഈമാൻ സത്യവിശ്വാസി, മരീദ് രോഗി, റിജാൽ പുരുഷന്മാർ, ഖുദുവത്ത് മാതൃക. 2ാമത്തെ വർക്ക് നുജീബ് ഉത്തരം എഴുതാം.
ചോദ്യം 1. റോമക്കാരുമായി യുദ്ധം ചെയ്യാൻ അബൂബക്കർ റളിയല്ലാഹു അൻഹു അയച്ച സൈന്യത്തെ നയിച്ചത് ആരായിരുന്നു? ഉസാമ റളിയല്ലാഹു അൻഹു. 2. എപ്പോഴാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഖുർആൻ ഒരു മുസ്ഹഫിൽ ക്രോഡീകരിച്ചത്? ഖുർആൻ മനഃപ്പാഠമാക്കിയവർ ധാരാളമായി ഷഹീദായപ്പോൾ. 3. അബൂബക്കർ റളിയല്ലാഹു അൻഹു എന്തിനാണ് രാജ്യത്തെ സംസ്ഥാനങ്ങളായി വിഭജിച്ചത്? ഭരണ സൗകര്യത്തിനായി. 4. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് സംസ്ഥാനങ്ങളുടെ നേതൃത്വം ആർക്കായിരുന്നു? അമീറുമാർക്ക്. 5. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണം എത്ര കാലം നീണ്ടുനിന്നു? 2 വർഷവും 3 മാസവും. 6. അബൂബക്കർ റളിയല്ലാഹു അൻഹു വഫാത്തായത് എപ്പോൾ? ഹിജറ 13-ാം വർഷം ജുമാദുൽ ആഖിറ 21-ന്. 7. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ മരണ കാരണമെന്ത്? 15 ദിവസം നീണ്ടുനിന്ന പനി. 3-ാമത്തെ വർക്ക് നംല ഉൽ ഫറാവ്, വിട്ട ഭാഗം പൂരിപ്പിക്കുക. 1. ഹിജറ പോകുമ്പോൾ ഡാഷ് ഗുഹയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂട്ടുകാരൻ അബൂബക്കർ റളിയല്ലാഹു അൻഹു ആയിരുന്നു, സൗർ ഗുഹയിൽ. 2. ഖലീഫമാരുടെ ഭരണ നേട്ടങ്ങൾക്ക് ഡാഷ് ആണ് അടിത്തറ പാകിയത്? അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ് അടിത്തറ പാകിയത്. 3. അബൂബക്കർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന എല്ലാ കാര്യങ്ങളും അക്ഷരാർത്ഥത്തിൽ വിശ്വസിച്ചതിനാൽ ഡാഷ് എന്ന് പേര് വിളിച്ചു, സിദ്ദീഖ് എന്ന് പേര് വിളിച്ചു. 4. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് തുലൈഹത്തുൽ അസദി ഡാഷ് ആണെന്ന് വാദിച്ചു, നബിയാണെന്ന് വാദിച്ചു. 5. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഡാഷ് അടിമകളെ വിലക്ക് വാങ്ങി മോചിപ്പിച്ചു, 7 അടിമകളെ. 4-ാമത്തെ വർക്ക് നുഇദ്ദു ഫിഖറ, ഗണ്ണിക എഴുതാം. 1. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ മഹത്വങ്ങൾ. ഉസ്താദ് വായിക്കുന്ന ഭാഗങ്ങൾ അവിടെ എഴുതി കൊടുത്താൽ മതി. ചെറുപ്പം മുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂട്ടുകാരനായിരുന്നു അദ്ദേഹം. നുബുവത്ത് ലഭിച്ചപ്പോൾ ആദ്യം തന്നെ ഇസ്ലാം സ്വീകരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അങ്ങേയറ്റം സ്നേഹിച്ചു. എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും കൂടെ നിന്നു. സാമ്പത്തികമായും ശാരീരികമായും സഹായിച്ചു. ഹിജറ യാത്രയിൽ സൗർ ഗുഹയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏക കൂട്ടുകാരനായിരുന്നു അബൂബക്കർ റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് രോഗം കഠിനമായപ്പോൾ ഇമാമത്ത് നിർത്തിയത് അദ്ദേഹത്തെയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായപ്പോൾ പരിഭ്രാന്തരായ സ്വഹാബികളെ സമാധാനിപ്പിച്ചത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രപ്രസിദ്ധമായ പ്രസംഗമായിരുന്നു. 2. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണ നേട്ടങ്ങൾ. റോമക്കാരുമായി യുദ്ധം ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുക്കിയ ഉസാമ റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിലുള്ള സൈന്യത്തെ അയച്ചു. നബിമാരാണെന്ന് വാദിച്ച് രംഗത്ത് വന്ന തുലൈഹത്തുൽ അസദി, മുസൈലിമത്തുൽ കദ്ദാബ്, ഷജാഇ തുടങ്ങിയവർക്കെതിരെ പോരാടി വിജയം വരിച്ചു. ആഭ്യന്തര കലാപങ്ങൾക്ക് അറുതി വരുത്തി. റോമക്കാരുടെ അധീനതയിലായിരുന്ന യർമൂക്ക് ഇസ്ലാമിക ഭരണകൂടത്തിന് കീഴിലാക്കി. ഖുർആൻ മനഃപ്പാഠമാക്കിയവർ ധാരാളമായി ഷഹീദായപ്പോൾ ഖുർആൻ ഒരു മുസ്ഹഫിൽ ക്രോഡീകരിച്ച് സംരക്ഷിച്ചു. ഭരണ സൗകര്യത്തിനായി രാജ്യത്തെ പല സംസ്ഥാനങ്ങളായി വിഭജിച്ച് അമീർമാരെ നിയമിച്ചു. 5-ാമത്തെ വർക്ക് തഖ്സീസ്, അസൈൻമെന്റ് എഴുതാനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ഗാർ സൗറിൽ കഴിഞ്ഞ സംഭവം വിവരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റ പോകുമ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും കൂട്ടി ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി സൗർ ഗുഹയിൽ അഭയം പ്രാപിച്ചു. സൗർ ഗുഹയിൽ കയറുന്നതിന് മുമ്പ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കയറിക്കൊണ്ട് അതിലുള്ള മാളങ്ങളെല്ലാം തുണിക്കഷ്ണങ്ങൾ കൊണ്ട് അടക്കുകയും ഒരു മാളം അടക്കാൻ തുണി തികയാതെയാവുകയും ചെയ്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കയറിയിരിക്കാൻ പറഞ്ഞു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കാലിൻ്റെ തള്ളവിരൽ കൊണ്ട് ആ മാളത്തിൽ പൊത്തിപ്പിടിച്ചു. അല്പം കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരയുന്നത് കണ്ടപ്പോൾ എന്താണ് അബൂബക്കർ എന്ന് ചോദിച്ചപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്നെ എന്തോ കടിക്കുന്നുണ്ട്. കാലെടുക്കാൻ പറഞ്ഞപ്പോൾ ഒരു വലിയ സർപ്പം, ആ സർപ്പം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലിന് കൊത്തിയതായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ഉമിനീരെടുത്ത് കാലിൽ പുരട്ടിയപ്പോൾ തന്നെ വേദന മാറുകയും ചെയ്തു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.